ഹായ്. ഹലോ. ഹായ്. മുടി കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട്. വളർന്നു. അവനെപ്പോഴും വളരെ എലഗന്റ് ആയിട്ട് മാത്രമേ ഡ്രസ് ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ എലഗന്റ് ആയിട്ട്. ഒരു ജെന്റിൽമാൻ ഒരു ഗ്ലിറ്ററും കൊടുക്കൂല. അതെ. അത് സംയമനം, അതാണ് അത്. വെരി നൈസ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന്റെ വാക്കുകളിൽ അതാണല്ലോ, ഒരു വാക്കിനും വിഷമം വരരുതേ എന്ന് വെച്ചിട്ട് അവൻ സംസാരിക്കും. വാക്കുകൾക്ക് വേദനിക്കല്ലേ. വാക്കുകളോടും കരുണയുണ്ട്, അതെ, ജീവിതത്തിനോടും കരുണയുണ്ട്, എല്ലാവരോടും ആ ഒരു രീതിയിൽ. സോ ദ റിയൽ ജെന്റിൽമാൻ അല്ലേ, അത് അങ്കിളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അച്ഛനും അമ്മയ്ക്കും കൂടെ ഉള്ളതാണ്, അവര് വളർത്തുന്ന രീതിയിലും കൂടെയാണല്ലോ, അത് ഗ്രേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോകമീ വേദി, ഏതോ ശോകാന്തരാഗം. പണ്ട് ഞാൻ ഗാനമേളയ്ക്ക് ഈ പാട്ട് പാടിയിട്ടുണ്ട്, വളരെ പണ്ട്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. യേശുദാസ് സർ, സൽത, ONV സർ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ, വിഷാദ രാഗങ്ങളൻ വിരുന്നുകാര. ONV സാറിനെ ഓർക്കാണ്. അപ്പൊ ഏത് വർഷമായിരുന്നു? 1979 അല്ലേ? ഓക്കെ. സിനിമയുടെ പേര് പ്രതീക്ഷ. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത് പെർഫോമൻസ്. ഈ ഗന്ധർവന്റെ പാട്ടിന് വേണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. 2 കാര്യം പറഞ്ഞോ. എനിക്കൊരു വിശേഷം ഉണ്ടായിരുന്നേ. ഞാൻ എന്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി ഈ അവധിക്ക്. പോയിട്ട് വല്യമ്മ മീൻസ് അമ്മയുടെ ചേച്ചിയാ? അല്ല, അമ്മയുടെ അമ്മ. അപ്പം ഞങ്ങൾ വല്യമ്മയ്ക്ക് ഇച്ചിരി കാലൊന്നും വയ്യ. അപ്പൊ വല്യമ്മ ഒരു ദിവസം ചേന നടാൻ പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, ചേന ഒന്ന് നട്ടുതരാമോ ചോദിച്ചു. അപ്പൊ വല്യമ്മ ചേന എങ്ങനെ നടന്നതെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ചേന നട്ടു. എന്നിട്ട് അത് മുളച്ചു വന്നോ? അത് നട്ടിട്ടേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ വിശേഷം. അതെ, അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ചേന നട്ടു. പക്ഷെ അതെന്തൊരു മൈൽ സ്റ്റോൺ അല്ലേ ശരിക്കും ആലോചിക്കുമ്പോ. നമ്മള് കുട്ടിയായിരിക്കുമ്പോ ആദ്യമായിട്ട് നട്ട ചെടി ചേന. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ചേന നടാൻ ഒന്നും നട്ടിട്ടില്ലേ? ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ചേന നട്ടിട്ടുണ്ടോ? ചേന നട്ടിട്ടില്ല, ചീര നട്ടിട്ടുണ്ട്. ഞാൻ ചേന എനിക്ക് തോന്നുന്നത് വല്യമ്മയുടെ കോതമംഗലത്ത് താമസിക്കുമ്പോൾ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ വല്യമ്മ എന്ന് ഉദ്ദേശിക്കുന്ന അമ്മയുടെ ചേച്ചിയാണ്. അത് അമ്മയുടെ അമ്മയല്ലേ? പിന്നെ തേങ്ങ ചീര നട്ടിട്ടുണ്ട്. ചീരയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ചീര നടാനൊന്നുമില്ല, ചീര ഇങ്ങനെ സങ്കടം. അപ്പൊ പാട്ട് നട്ടുള്ളൂ. All the best. Thank you.
ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി വിദൂര തീരങ്ങളെ അവളെ കണ്ടു ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി വെരി നൈസ് മോനെ, വെരി നൈസ്. സാംസങ് സോണി എന്തോ താങ്ക് യു. ഓർമ്മകൾ തണ്ടർഫുള്ളി വണ്ടർഫുൾ ആൻഡ് വണ്ടർഫുള്ളി തണ്ടർഫുൾ. അത് കൊള്ളാലോ. അത് അടിപൊളിയായിരുന്നു. അവൻ തന്നെ ക്ഷീണിച്ചു അത് കേട്ടിട്ട്. ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ് മോനെ. അതിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ മോന് മനസ്സിലാവുക അല്ലേ. അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് ഞാൻ വളർന്ന പാട്ടുകളിൽ ഒന്നാണിത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നെസ്റ്റ് അടിച്ചു. അപ്പൊ പാട്ടിലുണ്ടായിരുന്നു, അതേസമയം പാട്ടിലില്ലാതെ ആ പാട്ടിന്റെ അകത്തോട്ടായിപ്പോയി ഞാൻ. അതിന് കാരണക്കാരൻ ആരാ? ഞാൻ നമ്മുടെ സാംസോണി താങ്ക് യു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചില ഫ്രേസസ് പാടിയിട്ടുണ്ട് കേട്ടോ. ചിലങ്കകൾ പാടുന്നു അകലെയാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. വെരി നൈസ്. താങ്ക് യു. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി. ഈ രണ്ട് ലൈൻസ് ഉണ്ടല്ലോ. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി വിദൂര തീരങ്ങളെ അവളെ കണ്ടു ഓർമ്മകളെ ഭയങ്കര എക്സ്പ്രസീവ്, താങ്ക് യു. ഭയങ്കര ഫീൽ ചെയ്തൂടെ. ഓ കരയല്ലേ സർ പ്ലീസ്. അത്ര ഫീൽ ചെയ്തു ആ കുഞ്ഞിന് ഇത്തിരി വെള്ളം കൊടുക്കൂ കേട്ടോ. അത് ആ രീതിയിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില സജഷൻസ് മാത്രം പറയാം. ഇപ്പൊ ചാർത്തി എന്നുള്ളത് നമ്മൾ ഒരുപാട് ഓപ്പൺ ആക്കണ്ട. പാടിയേ. ഓർമ്മകളെ അല്ലല്ല, ഓർമ്മകളെ കൈവള ചാർത്തി അത് വേണ്ട. കൈവള ചാർത്തി. കൈവള ചാർത്തി ഇപ്പോഴും ചാന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. open ആക്കണ്ട. കൈവള ചാർത്തി ചാർത്തി കൈവള ചാർത്തി ഇപ്പോഴും കുറച്ചും കൂടി നാക്കിക്കോ. കൈവള ചാർത്തി അത് മതി. യെസ്. അപ്പൊ ചാർത്തി എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം പോലെ തോന്നില്ലേ? അങ്ങനെ പാടിയെന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കര വലിയ വള ചാർത്തി പോലെ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ഡൈനാമിക്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്യാം. അതെ. വരൂ വരൂ വിമുഖമീ വേദി. അത് അങ്ങനെ പാടാം. വരൂ അങ്ങനെ പാടാം. പിന്നെ ഏതോ എന്നുള്ളത് ഒരു ക്രഷൻഡോ. അതെ. ഏതോ ഏതോ കുറച്ചുകൂടെ ആ തോ ഇങ്ങനെ ഏതോ ചെയ്യണം.
വോളിയം കുറച്ചിട്ട് ഇങ്ങനെ കൂടി വരണം. ഏതോ കുറച്ചും കൂടി ഏതോ അത് സ്വെല്ലിന്റെ അവസാനം കുറച്ചും അതെ കൂടെ അതെ അതെ തുടക്കം വളരെ മൈൽഡായിട്ട് ഏതോ സോഫ്റ്റ് ആയിട്ട്. ഏതോ അതെ ഏതോ അവസാനം ഇങ്ങനെ വോളിയം അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതോ അതൊന്ന് കേട്ട് പഠിക്കണം. ദാസാർ അതെ 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 ആ സ്വെല്ല് ഭയങ്കര. അതെ 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 ഏതോ ഗന്ധർവൻ പാടുന്നു. ഇവിടെയൊക്കെ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ സോഫ്റ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പാടിക അസലായിരുന്നു. അതിന് മേളിലുള്ള കുറച്ച് എക്സ്ട്രാ സജഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരെ കുറച്ചും കൂടെ സോഫ്റ്റ്. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരാ സോഫ്റ്റ് ആണ്. അതുപോലെ വിദുര എന്ന് പാടി കേട്ടോ. വിദൂര വളരെ ദൂരത്തുള്ള തീരങ്ങളെ. വിദൂര വരുന്നുണ്ട്. ദൂരം ദയയുടെ വിദൂര. വിദൂര തീരങ്ങളെ അവളെ കണ്ടു. അവളെ കണ്ടു ഭയങ്കര ഇമോഷണൽ ആയിട്ട് പാടണം. പാടിക്കേ. വിദൂര തീരങ്ങളെ അവളെ കണ്ടു. ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ആ ആളെ കണ്ടോ. ആ സങ്കടം വരണം. വരട്ടെ. വിദൂര തീരങ്ങളെ അവളെ കണ്ടു. കുറച്ചുകൂടി കണ്ടു എന്നാ തോന്നിക്കുന്നത്. കണ്ടോ അവളെ കണ്ടു. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഐസിങ് ഓൺ ദ കേക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ കേക്ക് കണ്ടില്ലേ, ഐസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പടങ്ങൾ വരയ്ക്കും, ചിലതൊക്കെ എഴുതും അല്ലെ. സോ ഞാൻ എഴുതട്ടെ, ആ കേക്കിൽ എഴുതട്ടെ. ലോട്ട്സ് ഓഫ് ലവ് ടു യു മൈ സാംസങ് സോണി. മിസ്റ്റർ സാംസങ് സോണി. എന്തോ അസലായിരുന്നു, ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സജഷൻസ് പറഞ്ഞതാണ്. ഇപ്പൊ പാടിയതെല്ലാം ഭംഗിയായിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ. കുറച്ച് ആ ഡൈനാമിക്സ് ഏതോ അതാണ് ആ ഉദ്ദേശിച്ചത്. ശബ്ദം ഇങ്ങനെ കുറഞ്ഞ വോളിയത്തിൽ നിന്ന് കൂട്ടി വരണം, ആ മോഡുലേഷൻ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. പിന്നെ ഗന്ധർവനല്ല, ഗന്ധർവൻ. യെസ്, മറ്റേ വിദൂര, അത് കറക്റ്റ് ചെയ്തല്ലോ. ഇതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മിടുക്കനാണ്, ശാന്തനാണ്, സുമുഖനാണ്. ദാസർ പല പാട്ടുകളിലും അത് ഗന്ധർവൻ പാടി. അതെ അതെ അതെ, പക്ഷെ ഇതില് ഗന്ധർവൻ അങ്ങനെ പാടിയിട്ടുള്ളത്, പിന്നീടാണ് അങ്ങനെ മാറ്റം മാറിയത്. അതെ അതെ അതെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. സാംകുട്ടാ, എന്തോ എനിക്ക് വലിയൊരു പ്രോഗ്രസ് തോന്നുന്നത് എന്താന്ന് പറഞ്ഞോട്ടെ. ഹൈ പാടുമ്പോ സാധാരണ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സാംകുട്ടൻ അത് ഈസി ആയിട്ട് പുട്ടുപോലെ അങ്ങ് പാടിപ്പോയി. പാടുന്നു അരികിലാണോ വിപഞ്ചികൾ പാടുന്നു അകലയാണോ ഇന്ന് ഹൈ പിച്ച് ഈസി ആയിട്ട് പാടി. അത് നല്ലൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. കുറെ പ്രാക്ടീസ് ചെയ്ത് മാത്രമല്ല, നമ്മുടെ ത്രോട്ടിനെ നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാലേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ അതൊരു മൈൽ സ്റ്റോൺ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ സാംകുട്ടൻ പാടുമ്പോ ഈ ഹൈ പോകുമ്പോ ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാറുണ്ട് ഒരു സ്ട്രെയിൻ അവിടെ വരുമോ എന്നുള്ളത്. ഇന്ന് അത് ഒട്ടും ഇല്ലായിരുന്നു. കറക്റ്റ് ആയിട്ട് ആ സ്കെയില് ചൂസ് ചെയ്തു. യെസ്, അപ്പൊ അതിനൊരു ഉഗ്രൻ കയ്യടി. പിന്നെ ശ്രുതിയൊക്കെ ചേർത്ത് പാടി. ഞാനും ആ പാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞിങ്ങനെ കേൾക്കുമായിരുന്നു കേട്ടോ. മിടുക്കൻ, ഓൾ ദി ബെസ്റ്റ്, കീപ് പ്രാക്ടീസിങ്. അടുത്ത പ്രാവശ്യം ഞാൻ ഈ തെറ്റെല്ലാം തിരുത്തിയിട്ടുണ്ട്. തെറ്റുണ്ടായില്ലല്ലോ, അതല്ലേ കുഴപ്പം. ആകെ ഒരു തെറ്റൊരു വിദൂര. ആ തെറ്റുകളൊക്കെ ഉണ്ട്. ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നുപോയല്ലോ. ഇതൊരു ഈ തെറ്റൊരു വലിയ കുറ്റമാണോ മീനുട്ടി? ഇതൊരു കുറ്റമായി കാണരുതെന്നാണ് എന്റെ ഒരു ഇത്. ഈ കുറ്റത്തിന്റെ അറ്റത്തിലേക്ക് ഈ തെറ്റ് കൊണ്ടുപോകാൻ പാടില്ല. പാടില്ല. അപ്പോ സാംസങ് സോണിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എത്രയായിരിക്കും? എന്ത് പറ്റി ചേട്ടാ?
മറന്നുപോയി. മറന്നുപോയോ? ആ പിടി കിട്ടി. It is going to be 100 on 100 today.